ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് വ്ളോഗ്സ്. നമുക്കിന്നിവിടെ ഈ വേനൽ ചൂടിൽ കുടിക്കാൻ പറ്റിയൊരു സോഡ ലൈം ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി ഞാനിവിടെ 2 നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2 ഗ്ലാസ്സിലേക്കൊന്ന് പിഴിഞ്ഞെടുക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ്സിന് 1 നാരങ്ങയുടെ നീരെടുക്കുന്നുണ്ട്. നാരങ്ങ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സിയുടെ കലവറയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഈ വേനൽ ചൂടത്ത് ദാഹശമനി മാത്രമല്ല, പിന്നെ ക്ഷീണത്തിനും പറ്റിയൊരു ഡ്രിങ്കാണിത്. നാരങ്ങ ഞാനിവിടെ പിഴിഞ്ഞെടുത്തു. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഓരോന്നിലും 2 ടേബിൾ സ്പൂൺ വെച്ച് ചേർത്ത് കൊടുക്കണം. ഇതൊരു സ്പെഷ്യൽ സോഡാ നാരങ്ങ വെള്ളമാണ്. അതുകൊണ്ട് ഇതിലേക്ക് 2-3 ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ആദ്യമായിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരല്പം ഇഞ്ചി നീരാണ്. ഇഞ്ചി നീര് 2 ഗ്ലാസ്സിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഉപ്പാണ്. ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു കാന്താരി ചതച്ച് എടുത്തിട്ടുണ്ട്. എരിവ് വേണ്ടാത്തവർക്ക് കാന്താരി അവോയ്ഡ് ചെയ്യണം. ഇനി നമുക്ക് ഈ പഞ്ചസാര അലിയുന്നതിന് വേണ്ടി ഒരു സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ കാന്താരിയും ഇഞ്ചിയും ഉപ്പും പഞ്ചസാരയും എല്ലാം കൂടെ ചേർത്ത് സോഡാ നാരങ്ങ വെള്ളം തയ്യാറാക്കിയാൽ നല്ല ടേസ്റ്റാണ് കുടിക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ സോഡ കൂടി അടിച്ചെടുക്കാം. സോഡ അടിക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഉപയോഗിക്കുന്നത് എനിക്കൊരു നൊസ്റ്റാൾജിക് ഫീലുള്ള ഒരു സോഡാ മേക്കറാണ്. ഏതാണ്ട് 30 വർഷത്തെ പഴക്കമുണ്ട് ഇതിന്. എൻ്റെ മകന് അവൻ്റെ ഗ്രാൻഡ് ഫാദർ, അതായത് എൻ്റെ ഫാദർ ഇത് ഗിഫ്റ്റ് കൊടുത്തതാണ്. ഇപ്പോഴും ഇതിന് കണ്ട ഒരു കുഴപ്പവുമില്ല. നന്നായിട്ട് സോഡ അടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന സോഡ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. സോഡാ മേക്കർ ഇല്ലാത്തവർക്ക് ക്ലബ് സോഡ വാങ്ങിക്കാൻ കിട്ടും. അതുകൊണ്ട് ഇതുപോലെ സോഡാ ലൈം ഉണ്ടാക്കിയാൽ മതി. ഞാൻ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ ഇതുപോലെ സോഡാ ലൈം ഉണ്ടാക്കിയാണ് എല്ലാവർക്കും കൊടുക്കാറ്. അത് എല്ലാവർക്കും നല്ലതായിട്ട് ഇഷ്ടപ്പെടാറുമുണ്ട്. സോഡാ നാരങ്ങ വെള്ളം ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു ഐസ് ക്യൂബ്സ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്പെഷ്യൽ സോഡാ നാരങ്ങ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം. ടിൽ ദെൻ ബൈ ബൈ. താങ്ക് യു.